സെബാനും ചങ്ക് ബ്രോസും ഒരിക്കൽ കേരളക്കരയിൽ വിധിച്ച ആവേശം ഹണിബി എന്ന സിനിമയിലൂടെയാണ് പ്രേക്ഷകർ ആസ്വദിച്ചത്. കൊച്ചിയുടെ ന്യൂജൻ ജീവിതവും ആഘോഷവും കുറുമ്പുകളും ആവിഷ്കരിച്ച ഹണിബിക്ക് 2 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ലാൽ ജൂനിയറിന്റെ അരങ്ങേറ്റ ചിത്രമായിരുന്നു ഹണിബി. ആദ്യ ഭാഗത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചതുകൊണ്ടാണ് പിന്നീട് 2ാം ഭാഗം അണിയറ പ്രവർത്തകർ ഒരുക്കിയത്. ഹണിബി എന്ന ആദ്യ ഭാഗത്തിന്റെ ടെയിൽ എൻഡിന് തൊട്ടു മുൻപുള്ള കഥയാണ് 2ാം ഭാഗത്തിന് പ്രമേയമായത്. 2 ഭാഗങ്ങളും അതിലെ ഗാനങ്ങളും സീനുകളും വരെ മലയാളി ഏറ്റെടുത്ത് ആഘോഷിച്ചതാണ്. ഫോർട്ട് കൊച്ചി എന്ന് ആലോചിക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിലേക്ക് വരുന്നത് ഹണിബി സിനിമയാണ്. ചിത്രത്തിൽ നായകൻ ആസിഫ് അലിയും നായിക ഭാവനയുമായിരുന്നു. ബാബുരാജിന്റെ ഏറ്റവും മനോഹരമായ കോമഡി കഥാപാത്രങ്ങളിൽ ഒന്ന് ഉണ്ടായതും ഹണിബിയിലാണ്. ഇപ്പോഴിതാ സിനിമയുമായി ബന്ധപ്പെട്ട ചില അറിയാക്കഥകളാണ് വൈറലാകുന്നത്. ലാൽ ജൂനിയർ ഭാവനയ്ക്ക് കൊടുത്ത വാക്കിന്റെ ഭാഗമായാണത്രേ നടി ഹണിബിയിൽ നായികയായത് എന്നാണ് അവയിൽ ഒന്ന്. പ്രൊഡ്യൂസർ സിബിയോട് ഒരിക്കൽ ആരോ പറഞ്ഞു, ലാലിന്റെ മകന്റെ കയ്യിൽ ഒരു കഥയുണ്ടെന്നും ആ കഥ കേട്ടു നോക്കി അത് സിനിമയാക്കാമെന്നും. അങ്ങനെ സിബി ആദ്യമായി ലാൽ ജൂനിയറിന്റെ അടുത്ത് പോയി കഥ കേട്ടു. അങ്ങനെയാണ് ഹണിബി സിനിമയുണ്ടായതത്രേ. ഒരു ദിവസം ലാൽ ജൂനിയറും ആഷിഖ് അബുവും കൂടി ഡിന്നർ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സിനിമയുടെ കഥയുണ്ടായത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ആഷിഖ് അബു ഒരു ചെറിയ ത്രെഡ് ലാൽ ജൂനിയറിന് പറഞ്ഞു കൊടുത്തു. അത് അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആഷിഖ് അബുവിന്റെ സമ്മതത്തോടെ ആ ത്രെഡ് സിനിമയാക്കാൻ ലാൽ ജൂനിയർ തീരുമാനിച്ചു. ഈ ത്രെഡിനെ കുറിച്ച് ലാലിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹവും പിന്തുണച്ചു. ശേഷം നടൻ ബാലു വർഗീസും ലാൽ ജൂനിയറും കൂടി കഥ എഴുതാൻ ഇരുന്നു. അതുകൊണ്ടുതന്നെ ഈ സിനിമയിൽ ആദ്യം വന്ന കാസ്റ്റ് ബാലുവായിരുന്നു. പിന്നീടാണ് ആസിഫ് അലി വരുന്നത്. അതുമാത്രമല്ല, ലാൽ ജൂനിയർ പണ്ടേ ഭാവനയോട് പറയുമായിരുന്നു, ഞാൻ ആദ്യമായി ഒരു സിനിമ ചെയ്താൽ അതിൽ നായിക നീയായിരിക്കുമെന്ന്. അങ്ങനെയാണ് ഭാവന ഹണിബിയിൽ നായികയായത്. ലാൽ ജൂനിയർ സിനിമ എഴുതിയപ്പോൾ ഓരോ സീനും എഴുതി കഴിയുമ്പോൾ അമ്മയെ വായിച്ചു കേൾപ്പിക്കും. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടാലാണ് അച്ഛനായ ലാലിനെ അത് വായിച്ചു കേൾപ്പിക്കുക. അവിടെ നിന്നും ഓക്കെ കിട്ടിയാലേ അടുത്ത സീൻ എഴുതുമായിരുന്നുള്ളൂ. സിനിമയുടെ മെയിൻ ലൊക്കേഷൻ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ഏരിയയായിരുന്നു. അന്ന് ഈ പടത്തിനു വേണ്ടി മട്ടാഞ്ചേരി ഏരിയയിൽ ഒരു ബിവറേജ് സെറ്റ് ഇട്ടിരുന്നു. അന്ന് അത് ഒറിജിനൽ ഷോപ്പാണെന്ന് കരുതി ഒരുപാട് ജനങ്ങൾ അതിനു മുൻപിൽ ക്യൂ നിന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. ഭാവന ചെയ്ത എന്റർടൈൻമെന്റ് സിനിമകളിൽ മുന്നിൽ തന്നെയാണ് ഹണിബിയുടെ സ്ഥാനം. ന്യൂയോർക്ക് ഫിലിം അക്കാദമിയിൽ ഫിലിം മേക്കിംഗ് പഠിച്ചാണ് ലാൽ ജൂനിയർ എന്നറിയപ്പെടുന്ന ജീൻ പോൾ ലാൽ സിനിമയ്ക്ക് പിന്നാലെ സഞ്ചാരം തുടങ്ങിയത്. ഡ്രൈവിംഗ് ലൈസൻസ്, ഹായ് ഐ ആം ടോണി, സുനാമി എന്നിവയാണ് സംവിധായകൻ എന്ന നിലയിൽ ലാൽ ജൂനിയറിന്റെ ശ്രദ്ധിക്കപ്പെട്ട മറ്റ് സിനിമകൾ. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.